ആ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ അതൊരു പാറപ്പുറം കമ്മിറ്റിയാണ്. കണ്ണൂരിലെ പാറപ്പുറം കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിൽ വിവേക് ഉണ്ട്, ആ കമ്മിറ്റിയിൽ വീണയുണ്ട്, ആ കമ്മിറ്റിയിൽ കമലേടത്തി ഉണ്ട്. ഇവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു പാറപ്പുറം കമ്മിറ്റിക്ക് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ എഞ്ചിനീയറിംഗ് വർക്കുകൾ കൊടുക്കാൻ എന്ത് സാങ്കത്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറെടുപ്പ് നടത്തുന്നത്? അപ്പോ കേന്ദ്ര ഗവൺമെന്റ്, നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററുമായിട്ട് കേരള മുഖ്യമന്ത്രി ഇരുന്ന് ചർച്ച നടത്താൻ വേണ്ടി അകത്തേക്ക് പോകുന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ആവശ്യപ്പെടുന്ന ഒരു നിർദ്ദേശവും മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ നമ്മൾ ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ കേരളത്തിന് വേണ്ടി എന്താണ് നരേന്ദ്രമോദി ഗവൺമെന്റിനോട് ചോദിച്ചത് തരാത്തത്? മുഖ്യമന്ത്രി മറുപടി പറയണം. നിങ്ങൾക്ക് 10 വർഷത്തെ കണക്ക് നിങ്ങളോട് ചോദിക്കുമ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീമാൻ ബാലഗോപാല് കോമയിടില്ല, പൂജ്യം എഴുതില്ല. അദ്ദേഹം പഠിച്ചത് പ്രത്യേകം മാത്സ് പഠിച്ച ഒരു സ്കൂളിലാണ്. അപ്പൊ അങ്ങനെ കണക്ക് കൊടുത്തുകൊണ്ട് കോടികൾ കിട്ടണം എന്ന് പറയുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയുള്ള ഈ കേരളത്തിൽ കേരളത്തിന്റെ ഒന്നാമത്തെ ശാപം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനാണെങ്കിൽ രണ്ടാമത്തെ ശാപം എന്ന് പറയുന്നത് പൂജ്യം എഴുതാൻ അറിയാത്ത ബാലഗോപാലിന്റെ ധനകാര്യ വകുപ്പും കണക്കുമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രീലങ്കയേക്കാൾ പിറകിലേക്ക് കേരളത്തെ അധപ്പതിപ്പിക്കാനാണ് ഈ ഗവൺമെന്റ് നടത്തുന്ന അഴിമതിയിലൂടെ, ധൂർത്തിലൂടെ അവർ ശ്രമിച്ചിട്ടുള്ളതെങ്കിൽ ജീവൻ കൊടുത്തും ഞങ്ങൾ കണക്ക് പറയിപ്പിക്കും എന്നുള്ളതാണ്. ഈ ഗവൺമെന്റിന് കഴിഞ്ഞ കാലത്ത് കേന്ദ്രത്തിൽ നിന്ന് കൊടുത്ത കോടികളുടെ കണക്ക് അത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചോദിക്കാൻ, ഉത്തരം പറയിക്കാൻ നിതാന്തമായിട്ടുള്ള സമര പോരാട്ടങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ അതിന് നേതൃത്വം കൊടുക്കാൻ കേരള BJP തയ്യാറാകുമെന്നാണ് കേന്ദ്രത്തിൽ വിവിധ വകുപ്പ് മന്ത്രിമാരുമായിട്ടും ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു സുവർണ കോറിഡോർ സൃഷ്ടിച്ചുകൊണ്ട് വികസിത കേരളം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കും. ലോകം അത്ഭുതത്തോടുകൂടി കേരളത്തെ ഉറ്റുനോക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വൈഭവം കൊണ്ടല്ല. ലോകം ഉറ്റുനോക്കുന്നത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനം, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സംസ്ഥാനം. നെല്ലിന് ആവശ്യമായ വില കൊടുത്തില്ലെങ്കിലും നെൽ കർഷകന്മാര് മുണ്ട് മുറുക്കിയെടുത്ത് രാത്രി കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുന്ന ഒരു നാടായിട്ട് കൂടി കുട്ടനാട്ടിലെയും പാലക്കാടിലെയും നെൽകർഷകന്മാരോട് നീതി പുലർത്താത്ത ഈ ഗവൺമെന്റിന്റെ മുന്നിൽ പച്ചയണിയിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയുടെ കെട്ടുതാലി വിറ്റ് പണയം വെച്ചാലും കുഴപ്പമില്ല, ഞാൻ കൃഷി ഇറക്കിയില്ലെങ്കിൽ ഉറക്കം വരാത്ത കർഷകരുള്ള കേരളത്തെയാണ് ലോകം നോക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വൈഭവം കൊണ്ടല്ല, ഈ കർഷകന്മാരുടെ അധ്വാനത്തെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. പ്രകൃതി രമണീയമായിട്ടുള്ള ഇത്രയും കടലോരമുള്ള ഒരു പ്രദേശം, ആ കടലോരമുള്ള പ്രദേശത്തെ കാണാൻ സിംഗപ്പൂരിനേക്കാൾ മനോഹരമാക്കി ടൂറിസം സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ഒരു ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീമാൻ സുരേഷ് ഗോപിയെ തന്നിട്ട് ഇവിടത്തെ ടൂറിസം വകുപ്പ് കേരളത്തിന്റെ മന്ത്രി മരുമോൻ റിയാസ് എത്ര വട്ടം ചർച്ച നടത്തി എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവരും ഒന്ന് പരിശോധിക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ടൂറിസം പ്രൊജക്ടുകൾ കൊടുക്കുകയും ഓൺലൈനായും ഓഫ്ലൈനായും മീറ്റിങ്ങുകൾക്ക് വരികയും മുഖ്യമന്ത്രിമാർ വരെ ക്യാബിനറ്റ് മിനിസ്റ്ററുമായും സഹമന്ത്രിമാരുമായിട്ടും ചർച്ച നടത്തുമ്പോൾ കേരളത്തിന്റെ ഈ മരുമോൻ മന്ത്രിക്ക് ഒരു ചർച്ച പോലും സുരേഷ് ഗോപിയുമായിട്ട് നടത്താൻ സാധിച്ചില്ല. നമ്മുടെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചില്ല. കിഴക്കിന്റെ വെനീസ് ആയിട്ടുള്ള ആലപ്പുഴ പോലും ദുർഗന്ധം വമിക്കുന്ന വെള്ളക്കെട്ടുകളുമായി, കായൽ ചാലുകളുമായിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. അവിടുത്തെ ആ മേഖലയിൽ ആയിരക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുന്ന ബോട്ടുടമകളുടെ ഒരു കൊച്ചു സമ്മേളനം ഉണ്ടായിരുന്നു. ആ ബോട്ടുടമകൾ പറഞ്ഞത് ഗംഗയെ വികസിപ്പിക്കാൻ സാധിച്ച, ഗംഗയെ നവീകരിക്കാൻ സാധിച്ച, നമോ ഗംഗയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ച നിങ്ങളുടെ പാർട്ടി ഈ ആലപ്പുഴയിലെ കായലോരങ്ങളെ ശുദ്ധമാക്കണം എന്ന് പറയാൻ ഒരു MLA അല്ലാത്ത MP അല്ലാത്ത എന്നെ പോലെയുള്ള സാധാരണ രാഷ്ട്രീയക്കാരെ അന്വേഷിച്ചു വരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് ഈ കേരളത്തിലെ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്.